പിന്നെ ഒരു 2 മുട്ട പുഴുങ്ങിയത്. 2 മുട്ട നിർബന്ധം. എനിക്ക് 2 വേണം. ശരി. ഞാൻ രാവിലെ എഴുന്നേറ്റാ വെറും വയറ്റിൽ ഈ പറയുന്ന ചിയാ സീഡ് കഴിക്കും. ചിയാ സീഡ് ഓവർനൈറ്റ് സോക്ഡ് ചിയാ സീഡ് മാത്രം അല്ലല്ല, അതിൽ ഒരു 5 ആൽമണ്ട്സ്. ആൽമണ്ട്സ് ഇടുന്നതെന്ന് വെച്ചാൽ ഈ കൊളസ്ട്രോൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, കൊളസ്ട്രോൾ വരാതിരിക്കാൻ. എന്നാൽ ഗുഡ് കൊളസ്ട്രോൾ ഉള്ളതാണ് ബദാം എന്ന് പറയുന്നത്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പല ഘട്ടങ്ങളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഒറ്റയടിക്കല്ല. വർക്കൗട്ട് എത്ര നേരം? ഒരു 1 hour. പുഷപ്സ് ഒക്കെ ഉണ്ടോ? ഞാൻ ഡംബൽ സെറ്റ് ഉണ്ട് എനിക്ക്. മുഴുവൻ വെളിപ്പെടുത്താൻ പാടില്ല. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒറ്റയടിക്കല്ല കഴിക്കുക. മുമ്പൊക്കെ ഞാൻ ഒറ്റയടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പല ഘട്ടങ്ങളായിട്ട് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പഴം കഴിക്കും, ഒരു എന്താണ് പറയുന്നത്, പച്ച നിറമുള്ള പഴം, പച്ചപ്പഴുത്ത പഴം, അത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് മുമ്പൊക്കെ നമ്മളിങ്ങനെ പുട്ട് ദോശ എന്ന് പറഞ്ഞാൽ ഒരു 3 ദോശ, 3 ചപ്പാത്തി, അതിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കറി, അങ്ങനെയായിരുന്നു. അത് ഞാൻ മാറ്റി. അത് മാറ്റിയിട്ട് ഒരു കഷ്ണം പുട്ട്, ഒരു 3 ടേബിൾ സ്പൂൺ ഈ പറയുന്ന എന്താണ് പയർ, കടല, ചെറുപയർ, അങ്ങനെയുള്ള സാധനങ്ങൾ, അതിൻ്റെ അളവ് കൂട്ടി. അപ്പോൾ എന്താണ് നമ്മൾ ബാലൻസ്ഡായി. അതിൽ കാപ്സും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. പിന്നെ ഒരു 2 മുട്ട പുഴുങ്ങിയത്. 2 മുട്ട നിർബന്ധം. എനിക്ക് 2 വേണം. ശരി. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അല്ല, ഇതൊക്കെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിവിലേജ് അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ വിചാരിക്കും ഒരു മനുഷ്യന് കഴിക്കാനല്ലേ നേരമുള്ളൂ, ഉച്ച വരെ. ഉച്ച കഴിഞ്ഞവരെ 5 ഘട്ടങ്ങൾ. എന്റെ അവസാനത്തെ ഭക്ഷണം എപ്പോഴാണെന്ന് അറിയോ? 7 മണിക്ക് മുമ്പാണ്. അതിന് അപ്പോൾ 7 to പിറ്റേ രാവിലെ 7 മണി വരെ എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ആണ്. അത് വളരെ നല്ലതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശക്കുക എന്നുള്ളത് ഒരു നല്ല അനുഭവമാണ്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശക്കില്ല. ഒരു 9 മണിയാകുമ്പോൾ വിശക്കാണ്ടാവുമ്പോൾ ഒരു എന്താണ് ചടങ്ങെന്ന നിലയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രീതിയാണ്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ സ്വാധീനിക്കും. ഈ നമുക്ക് വിസറൽ ഫാറ്റ് ഉണ്ടാക്കും. നമുക്ക് വിശക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് എൻ്റെ